സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് നോക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. എല്ലാം തന്നെ ടോപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക ദേശീയോദ്യാനം. വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സിംഹവാലൻ കുരങ്ങുകളാണ്. അടുത്ത ചോദ്യം: റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ് ആണ്. ഫോമിക് ആസിഡ്. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രമായ നന്ദൻകാനൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് നന്ദൻകാനൻ. നന്ദൻകാനൻ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയിലാണ് നന്ദൻകാനൻ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ കടുവ സംരക്ഷണ കേന്ദ്രമാണ് നന്ദൻകാനൻ. അടുത്തത്: ദേശീയ സദ്ഭാവനാ ദിനം എന്നാണ്. ദേശീയ സദ്ഭാവനാ ദിനം ഓഗസ്റ്റ് 20 ഓഗസ്റ്റ് 20 ദേശീയ സദ്ഭാവനാ ദിനം. മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയോടുള്ള ആദര സൂചകമായിട്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 20 സദ്ഭാവനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ദേശീയ സദ്ഭാവനാ ദിനം എന്ന് ചോദിച്ചാൽ എന്നാണ്? ഓഗസ്റ്റ് 20 ഓഗസ്റ്റ് 20 ദേശീയ സദ്ഭാവനാ ദിനമായിട്ട് ആചരിക്കുന്നത് രാജീവ് ഗാന്ധിയോടുള്ള ആദര സൂചകമായിട്ടാണ്. അടുത്ത ചോദ്യം: ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഉറി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ജലം നദിയാണ്. ജലം നദിയിലാണ് ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂർ ആണ്. ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂർ. 1965 ഇന്ത്യ പാക് യുദ്ധത്തിന്റെ ഫലമായിട്ട് 1966 ജനുവരി 10 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച കരാർ ഏതാണ്? ഇന്ത്യ പാക് യുദ്ധം നടന്നത് 1965. ഇതിന്റെ ഫലമായിട്ട് 1966 ജനുവരി 10 ഇന്ത്യയും പാകിസ്ഥാനും കരാറിൽ ഒപ്പുവെച്ചു. ആ കരാറാണ് തഷ്കന്റ് കരാർ. തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയും പാകിസ്ഥാനുമാണ്. തഷ്കന്റ് കരാർ ഒപ്പുവെച്ച തീയതി ചോദിച്ചാലോ? 1966 ജനുവരി 10 1966 ജനുവരി 10. തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് അയൂബ് ഖാൻ, പാകിസ്ഥാന്റെ മുഹമ്മദ് അയൂബ് ഖാൻ, അതുപോലെ ലാൽ ബഹാദൂർ ശാസ്ത്രി എന്നിവരാണ് തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചവർ. അടുത്ത ചോദ്യം: ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഏതാണ്? ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് 1986 1986. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച സാമൂഹിക പ്രവർത്തക. പാർട്ടിയുടെ പേര് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച സാമൂഹിക പ്രവർത്തകയാണ് മേധാ പട്കർ. മേധാ പട്കർ. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. തമിഴ്നാട്. മലയൻ ഡോർഫ് ഏത് വിളയുടെ സങ്കരയിനമാണ്? മലയൻ ഡോർഫ്. തെങ്ങിന്റെ സങ്കരയിനമാണ് മലയൻ ഡോർഫ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത്? കപ്പലോട്ടിയ തമിഴൻ വി.ഒ. ചിദംബരം പിള്ളയാണ്. വി.ഒ. ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്ന് അറിയപ്പെടുന്നത്. ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏതാണ്? ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ളത് വ്യാഴത്തിലാണ്. വ്യാഴത്തിലാണ് ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ത്വരണം ഉള്ളത്. ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും അധികമായിട്ട് കാണപ്പെടുന്ന
കൽക്കരി ഇനം ഏതാണ്? ബിറ്റുമിനസ് ആണ്. ബിറ്റുമിനസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പാണ്ഡുരംഗ ഹെഡ്ഗെ. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിരുന്നത് ആരാണ്? പാണ്ഡുരംഗ ഹെഡ്ഗെ. ഐസോടോപ്പുകൾ കണ്ടെത്തിയതാര്? ഐസോടോപ്പുകൾ കണ്ടെത്തിയത് ഫെഡറിക് സോഡിയാണ്. ഫെഡറിക് സോഡിയാണ് ഐസോടോപ്പുകൾ കണ്ടെത്തിയത്. ഫെഡറിക് സോഡി. ആറളം വന്യജീവി സങ്കേതത്തിന് സമീപം ഒഴുകുന്ന പുഴ. ആറളം വന്യജീവി സങ്കേതത്തിന് സമീപം ഒഴുകുന്നത് ചീങ്കണ്ണിപ്പുഴയാണ്. ചീങ്കണ്ണിപ്പുഴ ഏത് വന്യജീവി സങ്കേതത്തിന് സമീപത്തോടു കൂടിയാണ് ഒഴുകുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആറളം വന്യജീവി സങ്കേതത്തിന് സമീപമാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും അതുപോലെ കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? ഗവർണറാണ്. ഗവർണറുടെ മുമ്പാകെയാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. IT ആക്ട് നിലവിൽ വന്ന വർഷം? IT ആക്ട് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17 ഒക്ടോബർ 17, 2000 IT ആക്ട് നിലവിൽ വന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ആദ്യം ഇടം പിടിച്ച ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? യുനെസ്കോയുടെ പൈതൃക പട്ടികയിലെ ഇന്ത്യയിൽ നിന്നും ആദ്യം ഇടം പിടിച്ച ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ആദ്യമായിട്ട് ഇടം പിടിച്ച ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവ്. കൊല്ലത്തെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കൊല്ലത്തെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഏത് ചുരം? ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരം കൊല്ലത്തെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയായ ജഡായു നേച്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയാണ് ജഡായു. ജഡായുവിന്റെ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചടയമംഗലത്ത്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയായ ജഡായു സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ, സമ്പൂർണ്ണ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ഏത് നദീതീരത്താണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്? മാരാമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരമാണ് പമ്പ. പമ്പ നദീതീരത്താണ് പ്രശസ്തമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. ശബരിമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ശബരിമല സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? റാന്നിയിലാണ്. റാന്നി താലൂക്കിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. റാന്നി താലൂക്ക്. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഏതാണ്? ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയമാണ് ഗവി മ്യൂസിയം. കോന്നിയിലെ ഗവി മ്യൂസിയത്തിലാണ് ആനയുടെ മുഴുവൻ അസ്ഥികളും പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പുന്നപ്ര വയലാർ സമരവുമായിട്ടാണ്. പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതാണ്? തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് കായലിലാണ്? വേമ്പനാട്ടു കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. വേമ്പനാട്ടു കായൽ. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്. അഷ്ടമുടി കായൽ. വള്ളംകളി ഏതാണ്? പ്രസിഡന്റ് ട്രോഫി വള്ളംകളി. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നീലഗിരി താർ എന്ന വരയാടാണ്. നീലഗിരി താർ എന്ന വരയാടാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗമാണ് നീലഗിരി താർ എന്ന വരയാട്. മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വയ്ക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് ഏതാണ്? മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വയ്ക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ടാണ് വൈഗ അണക്കെട്ട്. അണക്കെട്ടിന്റെ പേര് വൈഗ അണക്കെട്ട്.
കൊച്ചിൻ സാഗ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ഗ്രന്ഥത്തിന്റെ പേര് കൊച്ചിൻ സാഗ. ആരുടേതാണ്? റോബർട്ട് ബ്രിസ്റ്റോ. റോബർട്ട് ബ്രിസ്റ്റോയാണ് കൊച്ചിൻ സാഗ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ലയാണ് എറണാകുളം ജില്ല. എറണാകുളം ജില്ലയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്നത്. പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന രാജവംശം. പെരുമ്പടപ്പ് സ്വരൂപം. കൊച്ചി രാജവംശമാണ് പെരുമ്പടപ്പ് സ്വരൂപം എന്ന് അറിയപ്പെട്ടിരുന്നത്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗ്. കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണ്? കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം മംഗളവനം പക്ഷി സങ്കേതമാണ്. മംഗളവനം പക്ഷി സങ്കേതം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആസ്ഥാനം. കുസാറ്റിന്റെ ആസ്ഥാനം എവിടെയാണ്? കളമശ്ശേരിയിലാണ്. കളമശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ IPL ടീം. കേരളത്തിലെ ആദ്യത്തെ IPL ടീമാണ് കൊച്ചിൻ ടസ്കേഴ്സ് കേരള. കൊച്ചി ടസ്കേഴ്സ് കേരളയാണ് കേരളത്തിലെ ആദ്യത്തെ IPL ടീം. കൊച്ചി ടസ്കേഴ്സ് കേരള. അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയിലാണ്? അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴ. പ്രസിദ്ധമായ തൃശൂർ പൂരം തുടങ്ങിയ ഭരണാധികാരി ആരാണ്? തൃശൂർ പൂരം തുടങ്ങിയ ഭരണാധികാരി ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാൻ. പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ഏതാണ്? കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ ഏത് ക്ഷേത്രത്തിലാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത്? വിശ്വനാഥ ക്ഷേത്രത്തിലാണ്. വിശ്വനാഥ ക്ഷേത്രം. ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്ന സ്ഥലം. ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്നത് എവിടെ വെച്ചാണ്? പൊന്നാനിയിൽ വെച്ചാണ്. പൊന്നാനിയിൽ വെച്ചാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്നത്. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ് കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ല. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത്. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന പുഴ ഏതാണ്? ചാലിയാറാണ്. ചാലിയാറാണ് ബേപ്പൂർ പുഴ എന്നും അറിയപ്പെടുന്നത്. ചാലിയാർ. കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ളതും പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ളതുമായ ജില്ല ഏതാണ്? കൂടുതലുള്ളത് പട്ടികവർഗക്കാർ, കുറവുള്ളത് പട്ടികജാതിക്കാർ. ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. വയനാട് ജില്ല. 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല ഏതാണ്? 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ലയാണ് വയനാട് ജില്ല. വയനാട് ജില്ല. കേരളത്തിൽ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം. കേരളത്തിൽ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം കാസർഗോഡാണ്. നമശിവായ എന്ന വന്ദനവാക്യത്തോടെ ആരംഭിക്കുന്ന ശാസനം. നമശിവായ എന്ന വന്ദനവാക്യത്തോടെ ആരംഭിക്കുന്ന ശാസനമാണ് വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനം. കോവലന്റെയും കണ്ണകിയുടെയും കഥ വിവരിക്കുന്ന തമിഴ് ഇതിഹാസം. കോവലന്റെയും കണ്ണകിയുടെയും കഥ വിവരിക്കുന്ന തമിഴ് ഇതിഹാസം ചിലപ്പതികാരം. ആയി രാജവംശത്തിന്റെ ആദ്യകാല ആസ്ഥാനമായിരുന്ന പൊതിയൻ മലയുടെ ഇപ്പോഴത്തെ പേര് അഗസ്ത്യകൂടം. ആയി രാജവംശത്തിന്റെ ഏത് വംശത്തിന്റെയാണ്? ആയി രാജവംശത്തിന്റെ ആദ്യകാല ആസ്ഥാനമായിരുന്ന പൊതിയൻ മലയുടെ ഇപ്പോഴത്തെ പേരാണ് അഗസ്ത്യകൂടം. ആശ്ചര്യമഞ്ജരി എന്ന ഗദ്യകൃതിയുടെ കർത്താവ്. ആശ്ചര്യമഞ്ജരി ആരാണ്? കുലശേഖര ആൾവാറാണ്. കുലശേഖര ആൾവാറാണ് ആശ്ചര്യമഞ്ജരി എന്ന ഗദ്യകൃതിയുടെ കർത്താവ്. ശിവാനന്ദ ലഹരി, സൗന്ദര്യ ലഹരി, വിവേക ചൂടാമണി എന്നീ കൃതികളുടെ കർത്താവ് ആരാണ്? ശിവാനന്ദ ലഹരി എന്ന കൃതിയുടെ കർത്താവ് ശങ്കരാചാര്യർ. സൗന്ദര്യ ലഹരി എന്ന കൃതിയുടെ കർത്താവ് ശങ്കരാചാര്യർ.
വിവേക ചൂടാമണി ആരുടെ കൃതിയാണ്? ശങ്കരാചാര്യരുടെ കൃതിയാണ്. കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശം ഏതാണ്? കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശം അറയ്ക്കൽ രാജവംശമാണ്. അറയ്ക്കൽ രാജവംശം. കൊല്ലവർഷം ആരംഭിച്ച കുലശേഖര ജേതാവ്, കുലശേഖര രാജാവ് ആരാണ്? കൊല്ലവർഷം ആരംഭിച്ച കുലശേഖര രാജാവാണ് രാജശേഖരവർമ്മൻ. രാജശേഖരവർമ്മൻ. കേരളത്തിൽ ആദ്യമെത്തിയ വിദേശികൾ, കേരളത്തിൽ ആദ്യമെത്തിയ വിദേശികൾ ആര് എന്ന് ചോദിച്ചാൽ അറബികളാണ്. കേരളത്തിൽ ആദ്യമെത്തിയ യൂറോപ്യന്മാർ ആര് എന്ന് ചോദിച്ചാൽ ആണ് പോർച്ചുഗീസുകാർ. നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന സത്യപരീക്ഷയായിരുന്നു ശുചീന്ദ്രം കൈമുക്ക്. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന സത്യപരീക്ഷയായിരുന്നു ശുചീന്ദ്രം കൈമുക്ക്. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാൾ. ദേശിങ്ങനാട്, ജയസിംഹനാട് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം. ദേശിങ്ങനാട്, ജയസിംഹനാട് എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് കൊല്ലമാണ്. സ്വന്തം പേരിൽ നാണയമിറക്കിയ ആദ്യ കേരളീയ രാജാവ്. സ്വന്തം പേരിൽ നാണയമിറക്കിയ ആദ്യ കേരളീയ രാജാവാണ് രവിവർമ്മ കുലശേഖരൻ. രവിവർമ്മ കുലശേഖരൻ. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് KS മണിലാലാണ്. KS മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ ആരാണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ ഡച്ച് ഗവർണറാണ് അഡ്മിറൽ വാൻ റീഡ്. അഡ്മിറൽ വാൻ റീഡ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടത്തിയത്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട വിദേശ ശക്തി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഡച്ചുകാരാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയത് ഏത് ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ്? കുണ്ടറ വിളംബരം നടത്തിയത് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിലാണ്. കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. അപ്പൊ കുണ്ടറ വിളംബരം നടത്തിയത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? വേലുത്തമ്പി ദളവയാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? 1809 ജനുവരി 11. ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ് നടന്നത്? കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിലാണ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,028 പേർ ഒപ്പിട്ട നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. 1891 ജനുവരി 1 ആരുടെ മുന്നിലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്? മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനാണ്. ശ്രീമൂലം തിരുനാൾ. മലയാളി മെമ്മോറിയൽ 1891 ജനുവരി 1 ആരുടെ നേതൃത്വത്തിലാണ്? GP പിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു. ലക്ഷ്യം എന്തായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ? ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക. അടുത്ത ചോദ്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ ദിവാൻ ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ ദിവാൻ P. രാജഗോപാലാചാരിയാണ്. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി എന്നീ വിശേഷണങ്ങൾക്ക് അർഹനായത്. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി എന്നീ വിശേഷണങ്ങൾക്ക് അർഹനായത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. പഴശ്ശി വിപ്ലവം അടിച്ചമർത്തിയത് കേണൽ ആർതർ വെലസ്ലിയാണ്. കേണൽ ആർതർ വെലസ്ലി. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമായ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം
ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏത് എന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697 1697. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? ഗാന്ധിജിയാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ. വാഗൺ ട്രാജഡി നടന്നത് മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏത് വർഷമാണ്? 1921 നവംബർ 20 1921 നവംബർ 20 വാഗൺ ട്രാജഡി നടന്നത്. മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് AR നേപ്പ് കമ്മീഷൻ. AR നേപ്പ് കമ്മീഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വാഗൺ ട്രാജഡി. അംശി നാരായണപിള്ള രചിച്ച വരിക വരിക സഹചരേ എന്ന് തുടങ്ങുന്ന ഗാനം ഏത് സത്യാഗ്രഹത്തിന്റെ മാർച്ചിങ് ഗാനമാണ്? ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ മാർച്ചിങ് ഗാനമായിരുന്നു വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചതാരാണ്? അംശി നാരായണപിള്ളയാണ്. പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായത്? പാലിയം സത്യാഗ്രഹം. MG വേലായുധൻ. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണമായത് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം? 1947 1947. പ്രോജക്റ്റ് ആരോ എന്ന സംരംഭം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? പ്രോജക്റ്റ് ആരോ തപാലാണ്. പ്രോജക്റ്റ് ആരോ തപാൽ. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം? നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശമാണ് ചിന്നാർ. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ചിന്നാർ. ഏത് രോഗികളോട് അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായാണ് ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത്? ചുവന്ന റിബൺ എയ്ഡ്സ് ആണ്. എയ്ഡ്സ് രോഗികളോട് അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായാണ് ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത്. നാഗാലാൻഡിന്റെ തലസ്ഥാനം ഏതാണ്? നാഗാലാൻഡിന്റെ തലസ്ഥാനം കൊഹിമയാണ്. കൊഹിമ. ജിപ്സം ഏത് ലോഹത്തിന്റെ ധാതുവാണ്? ജിപ്സം. കാൽഷ്യത്തിന്റെ ധാതുവാണ് ജിപ്സം. ചരിത്ര പ്രസിദ്ധമായ കയ്യൂർ സമരം ഏത് വർഷമായിരുന്നു? കയ്യൂർ സമരം നടന്നത് 1941 1941. പ്രപഞ്ചത്തിന്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി ആര്? പ്രപഞ്ചത്തിന്റെ കൊളംബസ് യൂറി ഗഗാറിൻ ആണ്. യൂറി ഗഗാറിൻ. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്? കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കയർ വ്യവസായമാണ്. കയർ വ്യവസായം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. ദാമോദർ നദീതട പദ്ധതി. 1961 പ്രഥമ ചേരിചേരാ സമ്മേളനം നടന്ന സ്ഥലം? പ്രഥമ ചേരിചേരാ സമ്മേളനം നടന്നത് ബെൽഗ്രേഡിലാണ്. ഏത് വർഷമാണ്? 1961.
ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപിൻ. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ദാദാബായ് നവറോജി. സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ് സാർവദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്? ഡിസംബർ 10. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പച്ചിരുമ്പ്. ഒളിമ്പിക്സിന്റെ ചിഹ്നത്തിലെ 5 വളയങ്ങളിൽ നീലവളയം ഏതു ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? നീലവളയം യൂറോപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്, യൂറോപ്പ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഹിമാദ്രി. സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത ചൂഷണമാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്, 9ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ളത് പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993-ലാണ്. 1993. ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് നേടിയ കൃതി? ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് നേടിയത് ഓടക്കുഴൽ എന്ന കൃതിക്കാണ്, ഓടക്കുഴൽ. അവസാനത്തെ ചോദ്യം, ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ ഏതാണ്? ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.